بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. الباب السادس، ആറാമത്തെ ബാബ് ഫിൽ അഖബത്തിൽ സാദിസത്തി, ആറാമത്തെ അഖബയുടെ വിഷയത്തിലാണ്. 5 അഖബ കഴിഞ്ഞുപോയി. അഖബത്തുൽ ഇൽമ്, അഖബത്തുൽ തൗബ, അഖബത്തുൽ അവായിക്ക്, അഖബത്തുൽ അവാരിദ്, അഖബത്തുൽ ബവാഇസ്. ഇത് ആറാമത്തെ. വഹിയത് അഖബത്തുൽ ഖവാദിഹ്. അഖബത്തുൽ ഖവാദിഹ് അമലുകളെ പൊളിച്ചു കളയാൻ സാധ്യതയുള്ള അഖബ, കടമ്പ. കഥ എന്ന് പറഞ്ഞാൽ പൊളിച്ചു കളഞ്ഞു എന്നാണ്. ചെയ്ത അമലുകൾ തന്നെ നശിച്ചു പോകാൻ സാധ്യതയുള്ള, നശിപ്പിച്ച് കളയുന്ന കുറെ കടുത്ത വിഷയങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള പാഠമാണിത്. പിന്നീട് അലൈക്ക, നീ നിർബന്ധമാക്ക്, യാ അഖി, എൻ്റെ സഹോദര, അയ്യദക്കല്ലാഹു, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ, വയ്യാന, നമ്മെയും, ബിഹുസ്നി തൗഫീഖിഹി, അവൻ്റെ നല്ല തൗഫീഖ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ബഅദമസ്തബാനലക, നീ നിർബന്ധമാക്ക്, ബഅദമസ്തബാനലക, നിനക്ക് വ്യക്തമായതിനു ശേഷം, അസ്സബീലു, വഴി വ്യക്തമായതിനു ശേഷം, വസ്തഖാമലക, നിനക്ക് ചൊവ്വായി കിട്ടിയതിന് ശേഷം, അൽ മസീറു, നടത്തം, യാത്ര ചൊവ്വായി കിട്ടിയതിന് ശേഷം നീ നിർബന്ധമാക്കി. എന്തിനെ? ബിതംയീസി സഅയിക, നിന്റെ സഅയിനെ വേർതിരിക്കലിനെ നിർബന്ധമാക്കി. നിന്റെ പരിശ്രമത്തെ വേർതിരിക്കുക. വസുയാനത്തിഹി, നിന്റെ പരിശ്രമത്തെ സംരക്ഷിക്കുകയും ചെയ്യുക. എന്തിനെ തൊട്ട്? അമ്മ, ഒരു കാര്യത്തെ തൊട്ട്. യുഫ്സിദുഹു, അത് ഫസാദാക്കും. ഹു, ആ സഅയിനെ, നിന്റെ സഅയിനെ ഫസാദാക്കി കളയുന്ന ഒന്നിനെ തൊട്ട് നിന്റെ സഅയിനെ നീ വേർതിരിക്കുക, മാറ്റിയെടുക്കുക, നീ ശുദ്ധീകരിക്കുക. വയുളയ്യഹു, സഅയിനെ അത് പാഴാക്കി കളയുകയും ചെയ്യും. അലൈക, നിന്റെ മേൽ. അങ്ങനെയുള്ള ആ കാര്യത്തിനെ തൊട്ട് നിന്റെ സഅയിനെ നീ വേർതിരിക്കൽ നിർബന്ധമാക്ക്. വൈന്നമാ ലസിമക്ക, നിനക്ക് നിർബന്ധമാവുന്നതായിരിക്ക, അത് നിർബന്ധമാവുന്നത് എങ്ങനെയാണ്? നീ ചെയ്ത അമലിനെ, ആ അമലിനെ ഫസാദാക്കുന്ന കാര്യങ്ങളെ തൊട്ട് മാറ്റിയെടുത്ത് ശുദ്ധീകരിച്ച് എടുക്കൽ നിർബന്ധമാവുന്ന ഏത് രീതിയിലാണ്? അത് ബിഇഖാമത്തുൽ ഇഖ്ലാസ്, ഇഖ്ലാസിനെ നിലനിർത്തൽ കൊണ്ടാണ്. വദിക്രിൽ മിന്നത്തി, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനെ ഓർക്കൽ കൊണ്ടുമാണ്. വൽ ഇജ്തിനാബി അൻ ദിദ്ദിഹി, ഇതിന്റെ എതിരിനെ തൊട്ട് ഒഴിഞ്ഞു നിൽക്കൽ കൊണ്ടുമാണ്. ഈ ഇഖ്ലാസിന്റെ എതിരിനെ തൊട്ട് ഒഴിഞ്ഞു നിൽക്കുക. ലി അംറൈനി, ഇത് 2 കാര്യത്തിന് വേണ്ടിയാണ്. ഇങ്ങനെ ചെയ്യേണ്ടത് 2 കാര്യത്തിന് വേണ്ടി. അഹദുഹുമാ, രണ്ടിൽ ഒന്ന്, ലിമാ ഫി ഫിഅലിഹി, ലിമാ ഒന്നിനു വേണ്ടി, ഫി ഫിഅലിഹി, ഇതിനെ ചെയ്യുന്നതിലുള്ള ഒരു കാര്യത്തിന് വേണ്ടി, ഇതിനെ ചെയ്യുന്നതിലുള്ള, ആ ഇഖ്ലാസിനെ പ്രവർത്തിക്കുന്നതിലുള്ള ഒരു കാര്യത്തിന് വേണ്ടി. ആ കാര്യം എന്താണ്? മിനൽ ഫായിദത്തി, പ്രയോജനത്തിനാൽ. പല പ്രയോജനവുമുണ്ട് ഈ ഇഖ്ലാസിനെ നിലനിർത്തുന്നതിൽ. ഒന്നാമത്തെ കാര്യം അതാണ്. വഹിയ, ആ പ്രയോജനം എന്താണ്? ഹുസ്നുൽ ഖുബൂലി, നല്ല രീതിയിലുള്ള സ്വീകാര്യത, മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നും. വഫൗസു സവാബി അലൈഹി, അതിൻ്റെ മേൽ അള്ളാഹുവിന്റെ പ്രതിഫലം കൊണ്ട് വിജയിക്കലും, പ്രതിഫലത്തിന്റെ വിജയം. ഇത് 2 കിട്ടിയില്ലെങ്കിൽ, അഥവാ നിനക്ക് ഇഖ്ലാസ് ഇല്ലാണ്ടായി പോയാൽ, വൈല്ല ഫതകൂനു, ഈ അമലുകളായി തീരും, മർദൂദൻ, തള്ളപ്പെട്ടതായി തീരും. ദാഹിബ സവാബി, പ്രതിഫലം നഷ്ടപ്പെട്ടതായി തീരും. കുല്ലൻ ഔ ബഅദൻ, മൊത്തമായ നിലയിൽ ചിലപ്പോൾ നഷ്ടപ്പെടും, അല്ലെങ്കിൽ അല്പമായ നിലയിലെങ്കിലും നഷ്ടപ്പെടും. തെളിവ് അലാമാ റുബിയ ഫിൽ ഹദീസി, ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്നനുസരിച്ച്, അൽ മഷ്ഹൂരി, മഷ്ഹൂറായ ഹദീസിൽ, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, ഇന്നല്ലാഹു സുബ്ഹാനഹു വതആല യഖൂലു, നിശ്ചയം അല്ലാഹു തആല അവൻ പറയുന്നു, അന അഗ്നൽ അഗ്നിയാഇ അനിശ് ശിർക്കി, ഞാൻ അഗ്നൽ അഗ്നിയാഇ, ഖനികളിൽ ഏറ്റവും ഖനിയാണ് ഞാൻ, സ്വയാശ്രയരിൽ ഏറ്റവും സ്വയാശ്രയനാണ് ഞാൻ. അല്ല, ഞാൻ തന്നെയാണ് സ്വയാശ്രയൻ. അനിശ് ശിർക്കി, ശിർക്കിനെയും വിട്ട്.
ഷിർക്കിനെ തൊട്ട് ഞാൻ സ്വയാശ്രയനാണ്. ഷിർക്ക് ചെയ്ത അമൽ എനിക്ക് വേണ്ട. മൻ അമിൽ, ആരെങ്കിലും ഒരാൾ അമൽ ചെയ്തു അമലിൻ്റെ അമലിനെ അഷ്റക ഫിഹി, അയാൾ അതിൽ പങ്കു ചേർത്തു, ഗൈരി മറ്റൊന്ന്, വേറൊരാൾ, ഞാൻ അല്ലാത്തയാളെ. എന്നാൽ ഫനസീബി, പങ്കു ചേർക്കുമ്പോൾ രണ്ട് ഭാഗമായല്ലോ. ഒരു ഭാഗം ആ പങ്കു ചേർക്കപ്പെട്ട വ്യക്തിക്ക്, ഒരു ഭാഗം അള്ളാഹുവിന്. അള്ളാഹു പറയാണ് ഫനസീബി, അപ്പൊ എനിക്കുള്ള ആ ഓഹരി ലഹു അവന് തന്നെയാണ്, എനിക്ക് വേണ്ട. കാരണം ഫൈനിച്ചമായി ഞാൻ ലാ അക്ബലു, ഞാൻ സ്വീകരിക്കുകയില്ല, ഇല്ലാ മാ കാനലി, ഇല്ലാ മാ ഒരു അമലിനെ അല്ലാതെ, കാനലി കാന ഖാലിസൻ ലി എന്നർത്ഥം, അതായി എനിക്ക് നിഷ്കളങ്കമായതായി, വേറെ ആർക്കും അല്ലാണ്ട് എനിക്ക് മാത്രമായി ലഭിച്ചത് മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ. വക്കീല പറയപ്പെട്ടിരിക്കുന്നു, ഇന്നല്ലാഹു തആല യഖൂലു ലിഅബ്ദിഹി യൗമൽ ഖിയാമത്ത്, നിശ്ചയം അള്ളാഹു അവന്റെ അടിമയോട് ഖിയാമത്തിന്റെ ദിവസം പറയും, ഇദൽ തമസ, ആ അടിമ ആവശ്യപ്പെട്ടാൽ, സവാബ അമലി, അവന്റെ അമലിന്റെ പ്രതിഫലം പഠിച്ചതിന് എനിക്ക് ലഭിക്കും, ഞാൻ ഇത്ര അമൽ ചെയ്താണെന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, അലം യുവസ്സഅലക, നിനക്ക് വിശാലമാക്കപ്പെട്ടു തന്നില്ലേ, ഫിൽ മജാലിസ്, മജ്ലിസുകളിൽ എന്ന് പറഞ്ഞാൽ സദസ്സുകളിൽ നീ വലിയ പുള്ളിയായില്ലേ, നിന്നെ കാണുമ്പോൾ ആദരിക്കാനൊക്കെ ആളുണ്ടായില്ലേ. അലം തക്കുനിൽ മിർആസ ഫിദ്ദുന്യ, നീ ആയിരുന്നില്ലേ ദുന്യാവിൽ തലയെടുപ്പുള്ളവനായിരുന്നില്ലേ. അലം യർഹുസ് ബൈഉക, നിന്റെ കച്ചവടം ലാഭകരമായില്ലേ. വശിറാവുക, നിന്റെ വിൽപ്പനയും വാങ്ങലും എല്ലാം ലാഭകരമായില്ലേ. അലം തുക്കറം, നിന്നെ ബഹുമാനിക്കപ്പെട്ടില്ലേ. ഇങ്ങനെ അള്ളാഹു തആല ചോദിക്കും. ഇതെല്ലാം ദുന്യാവിൽ വെച്ച് കിട്ടിയതാണ്, ഇനി ഇവിടെ ചോദിക്കേണ്ട. ഹാദാ വ അഷ്ബാഹുഹു, ഇതും ഇതുമായി ഇതിനോട് തുല്യമായതും ഇതുപോലുള്ളതുമെല്ലാം മിനൽ ഖത്തരി വൽ ലറരി, ഖത്തറിലും ലററിലും പെട്ടതാണ്, അമലിന്റെ ഖത്തറിലും ലററിലും പെട്ടതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കുറിച്ച് ഞാൻ പറയാം, ഒമിൻ ഖത്തരി റിയാ, റിയാഇന്റെ അപകടത്തിൽ പെട്ടതാണ് ഫളീഹത്താനി വ മുസീബത്താനി, രണ്ട് ഫളീഹത്ത്, രണ്ട് മുസീബത്ത്. ഫളീഹത്ത് എന്ന് പറഞ്ഞാൽ നാണം കെടല്, അഭിമാനക്ഷതം ഉണ്ടാവല്, രണ്ട് മുസീബത്ത്, നാശങ്ങൾ. അമ്മൽ ഫളീഹത്താൻ, രണ്ട് ഫളീഹത്ത് എന്താണ്, അത് ഫയഹദാഹുമാ, രണ്ടിലൊന്ന് ഫളീഹത്തു സിറി, സിറിന്റെ ഫളീഹത്താണ്, പരസ്യമായിട്ടല്ലാതുള്ള ഫളീഹത്ത്, സിറിന്റെ ഫളീഹത്ത്. വഹിയാദാ ലൗമു, അത് കുറ്റപ്പെടുത്തലാണ്, അലാ റൂസിൽ മലായികത്ത്, മലക്കുകളുടെ മുമ്പിൽ വെച്ച് മനുഷ്യനെ അള്ളാഹു തആല കുറ്റപ്പെടുത്തും. അതായത് അത് ലിമാ റുവിയ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിന് വേണ്ടിയാണ്. ഇന്നൽ മലായികത്ത്, നിശ്ചയം മലക്കുകൾ, തസ്അദു ബി അമലിൽ അബ്ദി, ഒരു അടിമയുടെ അമലുമായി ആ മലക്ക് കയറിപ്പോവും. മുബ്തഹിജീന ബിഹി, ആ അമലിനെ കൊണ്ട് അവർ സന്തുഷ്ടരായ നിലയിൽ, എന്തൊരു അമലാണെന്ന നിലയിൽ അവരിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പിന്നെ കയറിപ്പോകും, സന്തുഷ്ടരായ നിലയിൽ. യഖൂലുല്ലാഹു തആല, അള്ളാഹു തആല യജമാനൻ പറയും, റുദ്ദുഹു, നിങ്ങൾ ഇതിനെ മടക്ക്, ഇലാ സിജ്ജീൻ, സിജ്ജീനിലേക്ക്. കാരണം ഫൈനഹു, നിശ്ചയം കാര്യം, ലം യുരിദിനി ബിഹി, അല്ലെങ്കിൽ ഈ അമല്, ലം യുരിദിനി, ഇവൻ എന്നെ ഉദ്ദേശിച്ചില്ല, ബിഹി, ഈ അമല് കൊണ്ട് എന്നെ ഉദ്ദേശിച്ചില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇഖ്ലാസുള്ള അമൽ നൽകി, ഈമാൻ നൽകി അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഫയഫ്തളിഹു ദാലിക്കൽ അമലു, ആ അമല് പിന്നെ അപമാനമായി തീരും. വൽ അബ്ദു, അടിമയും, ഉണ്ടൽ മലായികത്ത്, മലക്കുകളുടെ അടുക്കൽ. ഫസായത്, രണ്ടാമത്തെ ഫളിഹത്തുൽ അലാനിയത്തി, പരസ്യമായിട്ടുള്ള നാണം കെടുത്തലാണ്. വഹിയാദി യൗമുൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിലാണ്. അലാ റൂസിൽ ഖലായിക്, സിട്ടികളുടെ മുമ്പാകെ. റുവിയ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, ഇന്നൽ മുറാഇയ, നിശ്ചയം മുറാഇ, ലോകമാന്യക്കാരൻ, യുനാദ, അവനെ വിളിക്കപ്പെടും, യൗമുൽ ഖിയാമത്തി ബി അർബഅത്തി അസ്മാഇൻ, 4 നാമങ്ങളെ കൊണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. യാ കാഫിറു, യാ ഫാജിറു, യാ ഗാദിറു, ചതിക്കുന്നവനെ, ചതിച്ചവനെ, യാ ഖാസിറു, പരാജയി, വല്ല സഅയുക, നിന്റെ സഅയ് വഴിതെറ്റിപ്പോയി, നിന്റെ പരിശ്രമം തെറ്റിപ്പോയി, ഇപ്പൊ ബത്തല അജുറുക, നിന്റെ കൂലിയെല്ലാം നിഷ്ഫലമായി പോയി. ഫലാ ഖലാക ലക്കൽ യൗം, നിനക്ക് ഇന്നേ ദിവസം യാതൊരു ഫലാ ഖലാക ലക, നിനക്ക് ഒരു ഓഹരിയുമില്ല ഇവിടെ. അതുകൊണ്ട് അല്യൗമ, ഇന്നേ ദിവസം, ഇൽതമിസുൽ അജ്റ, കൂലിയെ നീ തേടിക്കോ, മിമ്മൻ, ഒരാളിൽ നിന്നും. എങ്ങനത്തെ ആള്, കുന്ത, നീ ആയിരുന്നു, തഅമലു ലഹു, അയാൾക്ക് വേണ്ടിയായി അമൽ ചെയ്യുമായിരുന്നു. യാ മുഖാദിഉ, കുതന്ത്രക്കാര, തന്ത്രശാലി, ചതിയ, നീ ആർക്ക് വേണ്ടിയാണോ അമൽ ചെയ്തുകൊണ്ടിരുന്നത് അയാൾ നിന്ന് അമലിനെ പ്രതിഫലം തേടിയെന്ന് അള്ളാഹു തആല പറയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബറുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, നിശ്ചയമായും കാര്യം, യുനാദി, മുനാദിൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, യുസ്മിഉൽ ഖലായിക, സൃഷ്ടികളെ കേൾപ്പിക്കുന്ന നിലയിൽ, ഐനല്ലദീന, ഒരു വിഭാഗം എവിടെ, കാനു, അവരായിരുന്നു, യഅബുദൂന നാസ,
ജനങ്ങൾക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു, ജനങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. ഖൂമു നിങ്ങൾ എഴുന്നേക്ക്, ഖുദൂ ഉജൂറക്കും നിങ്ങളുടെ കൂലികളെ നിങ്ങൾ പിടിച്ചു വാങ്ങിക്കോ, മിമ്മൻ ഒരാളിൽ നിന്നും, അമിൽത്തും നിങ്ങൾ അമൽ ചെയ്ത ലഹു അയാൾക്ക് വേണ്ടിയാണ്, അയാൾ നിന്നും വാങ്ങിക്കോ. അപ്പൊ നിശ്ചയമായി ഞാൻ ലാ അഖ്ബലു അമലൻ ഞാൻ ഒരു അമലിനെ സ്വീകരിക്കുകയില്ല. എങ്ങനത്തെ അമല്? ഖാലത്തഹു അതിനോട് കൂടിക്കലർന്നു, എന്തെങ്കിലും വേണ്ടാത്തത് കൂടിക്കലർന്നതിനെ ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് അള്ളാഹു തആല പറയും. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ.